ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയ വിറകടുപ്പാണ്. ഒരു പെയിൻറ്റ് ബക്കറ്റും 4-5 കിലോ സിമൻറ്റും കുറച്ച് മണലും ഉണ്ടെങ്കിൽ ആർക്കും നിഷ്പ്രയാസം എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടുപ്പാണിത്. ഇപ്പോൾ കൂടുതൽ പേരും വിറകടുപ്പിൽ നിന്ന് മാറി ഗ്യാസിലേക്കും ഇൻഡക്ഷൻ കുക്കറിലും ഒക്കെ പോകുന്ന കാലമാണ്. എന്നാലും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു അടുപ്പുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് പാചകം ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എളുപ്പത്തിൽ എടുത്തു കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ അടുപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു ബക്കറ്റും കുറച്ച് സിമൻറ്റും കുറച്ച് മണലുമാണ്. ആദ്യം നമുക്ക് ഇതിന് ആവശ്യമുള്ള സിമൻറ്റും മണലും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 3 കപ്പ് മണലിന് 1 കപ്പ് സിമൻറ്റ് എന്ന അനുപാതത്തിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എംസാൻഡ് അല്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന മണൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എംസാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു പെയിൻറ്റ് ബക്കറ്റാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 20 ലിറ്ററിൻ്റെ ഒരു പെയിൻറ്റ് ബക്കറ്റാണ്. എനിക്ക് കുറച്ച് വലിപ്പം കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ളത് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ലിറ്ററിൻ്റെവും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബക്കറ്റിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ഒരു തുണിക്കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ പഴയ പെയിൻറ്റ് ബ്രഷ് കൊണ്ടോ എണ്ണ ഒന്ന് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇതിന് നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ അടുക്കളയിൽ കുക്കിംഗ് ചെയ്ത് ബാക്കി വരുന്ന എണ്ണയൊക്കെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ബക്കറ്റിൻ്റെ ഉൾഭാഗത്ത് എല്ലായിടത്തും എണ്ണ ആകുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ എല്ലായിടത്തും നന്നായി ആയാൽ മാത്രമാണ് നമ്മൾ അടുപ്പ് ഇനി ബക്കറ്റിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സിമൻറ്റിലേക്കും മണലിലേക്കും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി ലൂസ് ആവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം പരുവത്തിലാണ് വേണ്ടത്. ഇനി ഈ മിക്സിൽ നിന്ന് കുറേശ്ശെയായി എടുത്ത് ബക്കറ്റിൻ്റെ അടിയിൽ ഏകദേശം 1 ഇഞ്ച് കനത്തിൽ ഒന്ന് നിരത്തിയിടുക. എല്ലായിടത്തും ഒരുപോലെ നിരത്തിയതിന് ശേഷം നമുക്ക് ഇനി ഇതുപോലെ ഒരു നെറ്റ് കഷ്ണം എടുത്ത് ഇതിൻ്റെ മുകളിലേക്കായി വെച്ച് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് നെറ്റ് കഷ്ണങ്ങൾ ഇല്ല എങ്കിൽ ഒരു ചെറിയ കമ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇത് ഉറപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. നെറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ 1 ഇഞ്ച് കനത്തിൽ കൂടി നമ്മുടെ സിമൻറ്റ് മിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ വാഴയുടെ ഒരു തണ്ടെടുത്ത് നമ്മുടെ ബക്കറ്റിൻ്റെ അളവിനനുസരിച്ച് മുറിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇത്ര വലിയ തെർമോക്കോൾ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് കുറച്ച് സിമൻറ്റ് എടുത്ത് ഈ വാഴയുടെ 2 സൈഡിലും ഇതുപോലെ ഒന്ന് നിറച്ചെടുക്കണം. 2 ഭാഗത്തും നമ്മൾ വെച്ച വാഴ കഷ്ണത്തിൻ്റെ ലെവലാകുന്നത് വരെ ഒന്ന് സിമൻറ്റ് നിറച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 4-5 കമ്പി കഷ്ണങ്ങളാണ്. അത് ഇതുപോലെ ബക്കറ്റിൻ്റെ അളവിനനുസരിച്ച് മുറിച്ചെടുത്തതാണ്. അത് 1 ഇഞ്ച് ഗ്യാപ്പ് അനുസരിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് ഈ ബക്കറ്റിൻ്റെ ഉയരത്തിനനുസരിച്ചുള്ള കമ്പി കഷ്ണങ്ങളാണ്. അത് ഇതുപോലെ 4 മൂലയിലായിട്ട് ഒന്ന് കുത്തി വെക്കുക. ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ 4 കഷ്ണങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇത് വെക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ഉറപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് സിമൻറ്റ് മിക്സ് ചെയ്യാത്ത മണൽ എടുത്ത് വാഴയും കമ്പിയും വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലൊക്കെ ഇനി നമുക്ക് സിമൻറ്റ് നിറക്കാനുള്ളതാണ്. അപ്പോൾ സിമൻറ്റ് കമ്പിയിൽ പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മണൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 2 വാഴ കഷ്ണങ്ങൾ കൂടി എടുക്കണം. അത് നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇത് ജോയിൻ ചെയ്യാനായി ഞാനിവിടെ ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത്. ആ ഈർക്കിളി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ഇനി സിമൻറ്റ് ഇടുമ്പോഴൊന്നും ഇതിന് ഇളക്കം സംഭവിക്കുകയില്ല. ഞാനിവിടെ 2 ഈർക്കിളി ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇളകാത്ത രൂപത്തിൽ ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബക്കറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം.
ഇനി നമുക്ക് ഇതുപോലെ ഒരു നെറ്റ് കഷ്ണം ഇതുപോലെ ഒന്ന് ബക്കറ്റിൻ്റെ ഷേപ്പിനനുസരിച്ച് വളച്ചെടുത്തതാണ്. ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഉറപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ സിമൻറ്റ് ഇതുപോലെ ഒന്ന് നന്നായി നിറച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഒരു കമ്പിയോ ഒക്കെ എടുത്ത് ഒന്ന് കുത്തി നിറച്ച് കൊടുക്കണം. എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി നിറഞ്ഞു വരികയുള്ളൂ. ഇപ്പോൾ എല്ലാ ഭാഗത്തും സിമൻറ്റ് ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 24 മണിക്കൂർ ഇതുപോലെ ഒന്ന് വെക്കാം. ഇപ്പോൾ 24 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺക്രീറ്റിന് പുറത്ത് നിൽക്കുന്ന വാഴയുടെ കഷ്ണം ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കമത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായി നല്ല തിളച്ച ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബക്കറ്റിൻ്റെ അടിഭാഗത്തും വശങ്ങളിലുമൊക്കെ നന്നായി ചൂട് തട്ടുന്ന രൂപത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കുവാൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ബക്കറ്റ് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊക്കി നോക്കാം. ബക്കറ്റ് നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഏകദേശം അനങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് എടുക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിമെൻറ്റിനുള്ളിൽ വെച്ചിരിക്കുന്ന വാഴയുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് കമ്പിയോ കത്തിയോ അങ്ങനെ ഏത് ടൂൾസ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നമുക്കിത് റിമൂവ് ചെയ്തെടുത്താൽ മതി. ഈ വാഴ കഷ്ണങ്ങൾക്ക് പകരമായി ഇതുപോലെ വലിപ്പമുള്ള തെർമോക്കോൾ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അത് അടർത്തിയെടുക്കാൻ ഇതിലും എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ പണിപ്പെട്ട് നമ്മൾ എല്ലാ വാഴയുടെ കഷ്ണങ്ങളും ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുള്ള പരുപരുത്ത ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ സിമൻറ്റും വെള്ളവും കലക്കി ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പിൻ്റെ മുകളിൽ പാത്രം വെക്കുന്നതിനായി ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഇതിന് നമുക്ക് പുതിയത് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ പഴയ ഗ്യാസ് സ്റ്റൗവിടെയൊക്കെ വീട്ടിലുണ്ടാവും, അത് ഉപയോഗിച്ചാലും മതി. അല്ലെങ്കിൽ സിമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുവാനും പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു 2 ദിവസം വരെ നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടുപ്പ് ഉണങ്ങി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചെടിച്ചട്ടിക്ക് അടിക്കുന്ന കുറച്ച് ചുവന്ന പെയിൻറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്കായി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു കടലാസ് കത്തിച്ച് കുറച്ച് വിറക് കഷ്ണങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പൊക്കെ നന്നായി കത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ആംപ്ലേറ്റ് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ അടുപ്പ് നന്നായി തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.